ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഗുജറാത്തിലെ നിഷ്കളങ്ക് മഹാദേവ് ടെമ്പിളാണ്. കടലിനടുത്തല്ല, കടലിൻ്റെ കരയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് ചെന്നിട്ട്, കടൽ തീരത്ത് നിന്ന് 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് ചെന്നിട്ടുള്ളതാണ് ഈ നിഷ്കളങ്ക് മഹാദേവ് ടെമ്പിളുള്ള. വീഡിയോ എടുത്തതൊന്നും അത്ര നല്ല വൃത്തിക്കല്ല, നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നറിയാം, പക്ഷെ എന്നാലും ക്ഷമിക്കുക. ആദ്യം തന്നെ പറയാം, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ട് ബൈക്ക് വെച്ച സ്ഥലം, ആ ഒരു സ്ഥലത്ത് ചെരുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടക്കുക. വേലി ഇറക്ക സമയത്താണ് നമ്മളിപ്പോൾ പോകാൻ പറ്റും. വേലി കയറ്റ സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടാവില്ല. രാവിലെ ഒരു 11:30-12 മണി വരെ മാത്രമേ പ്രവേശനം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം പോയി തുടങ്ങും, വെള്ളം കയറും. ആ ബൈക്ക് വെച്ച് ആദ്യത്തെ വീഡിയോയിൽ കണ്ട പോലെ ആ ബൈക്ക് വെച്ച് ആ സ്ഥലം വരെ വെള്ളം ഉണ്ടാവും. നമ്മളൊരു 10:00 തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് ഒരു 11:45 ആകുമ്പോഴത്തേക്കാണ് തിരിച്ചിനേനും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് വരുമ്പം തന്നെ വെള്ളം കയറി തുടങ്ങുന്നുണ്ടേനും. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പം തന്നെ ശിവലിംഗത്തിൻ്റെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സഞ്ചിയിൽ പാലും കൂവളത്തിൻ്റെ ഇലയും പൂക്കളും തരും. ഒന്നിന് ഒരു ശിവലിംഗത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള സഞ്ചിയിൽ തരുമ്പോൾ അതിനൊരു 20 രൂപ എങ്ങാനാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് കടയിലേക്ക് തന്നെ ഒഴുകിയിട്ട് പോകും. ഇവിടെ 5 ശിവലിംഗങ്ങളുള്ള, ഓരോ ശിവലിംഗത്തിൻ്റെ മുന്നിൽ തന്നെ നന്ദി പ്രതിമയും കൂടിയുണ്ട്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർ പണി കഴിപ്പിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട്. കൗരവരെ കൊന്നതുകൊണ്ട് പാണ്ഡവർക്ക് കുറ്റബോധം തോന്നിയപ്പോൾ പാപപരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശിവനെ ധ്യാനിച്ചു, ക്ഷമ ചോദിച്ചു. ക്ഷമയിൽ തൃപ്തനായ ശിവൻ ഓരോ സഹോദരന്മാർക്കും വേണ്ടിയിട്ട് ശിവലിംഗ രൂപത്തിൽ തന്നെ കാണിച്ചു കൊടുക്കുകയുണ്ടായ. അതിന് നിഷ്കളങ്ക് മഹാദേവ് എന്ന് അവർ നാമകരണം ചെയ്ത്. ഈ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കളങ്കരഹിതവും നിരപരാധി വൃത്തിയുള്ളതും എന്നാണ്. അമാവാസി പൗർണമി ദിവസം വേലിയേറ്റ് അപ്രത്യക്ഷമാവും. അതുമാത്രമല്ല, കലണ്ടർ പ്രകാരം ശ്രാവണ മാസത്തിലെ അമാവാസി രാത്രിയിൽ ഇവിടെ പ്രസിദ്ധമായിട്ടുള്ള മേളയായ ഭാദ്രവി മേള നടക്കും. ഭാവനഗറിലെ മഹാരാജാക്കന്മാർ പതാക ഉയർത്തിയിട്ടാണ് ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. ഇത് കാര്യങ്ങളെല്ലാം ഏട്ടൻ്റെ സാറ് പറഞ്ഞു കൊടുത്തത്. അപ്പം നമ്മളിതെല്ലാം വെയിലേറ്റത്തിൻ്റെ സമയമോ ഇറക്കത്തിൻ്റെ സമയമോ എല്ലാം അറിഞ്ഞ് ശരിക്കും അന്വേഷിച്ചാണ് നമ്മൾ രാവിലെ തന്നെ പോയിട്ടുള്ളത്. അതുപോലെ പോകുന്ന കൂട്ടർ ഇതുപോലെ വെയിലേറ്റത്തിൻ്റെ സമയവും വെയിലിറക്കത്തിൻ്റെ സമയമെല്ലാം അന്വേഷിച്ചിട്ട് അറിഞ്ഞിട്ട് കൃത്യമായിട്ട് പോവുക. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം കുട്ടികൾ കളിക്കുന്നതാണെങ്കിലും ചോളാണെങ്കിലും മറ്റുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു പോകുമ്പോൾ ഞാൻ കുറേ വീഡിയോ എടുത്തിന്. ഇവിടെ മൊത്തം കൃഷി ഉണ്ടായിരുന്നു. ചോളവും ഗോതമ്പും ക്യാബേജും മധുരക്കിഴങ്ങും പരുത്തി, അങ്ങനെ കുറേ കൃഷീൻ്റെ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വീഡിയോ എടുത്ത് സൂം ചെയ്യാൻ കഴിയുന്നില്ല, എന്നാലും കഴിയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ മന്ദിറും മരങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ റൂമിൽ നിന്ന് ഒരു 800 രൂപക്കുള്ളൊരു ഓട്ടോ ഉണ്ടായിരുന്നു. ദൂരമുണ്ട്. നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടിരുന്നു. അത്യാവശ്യം ദൂരമുണ്ട്. ഒന്നും കൂടി പോകണമെന്നുണ്ട്. ഒന്നും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് നല്ല വൃത്തിക്ക് വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടാകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് പിന്നെ വരാം.